ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിലെ അന്വേഷണ റിപ്പോർട്ട് സുപ്രീം കോടതി പുറത്തുവിട്ടു. പണം കണ്ടെത്തിയതിന്റെ ചിത്രവും ദൃശ്യങ്ങളും റിപ്പോർട്ടിലുണ്ട്. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആരോപണ വിധേയനായ യശ്വന്ത് വർമ്മയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം നെടുങ്ങാടി ഫ്രം ആലപ്പി. ആലപ്പുഴയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ, നമ്മുടെ പര്യടനത്തിൽ 7ാം ദിവസമാണ്. പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച സംഭവമാണ് ഡൽഹി ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന ജഡ്ജിയുടെ വസതിയിൽ നിന്നും വൻതോതിൽ പണം കണ്ടെത്തി എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി അത് ചർച്ചയാകുന്നുണ്ട് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി സുപ്രീം കോടതി തന്നെ പ്രസ്താവനയിലൂടെ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. സംഭവത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. 3 അംഗ ആഭ്യന്തര അന്വേഷണ സമിതിയാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുക. അത് 3 ഹൈക്കോടതി ജഡ്ജിമാർ അടങ്ങുന്നതാണ് ഈ സമിതി. ഒപ്പം തന്നെ ഈ സംഭവത്തിന്റെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക്. ആ റിപ്പോർട്ടും പരസ്യപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പണം കണ്ടെത്തിയ സംഭവത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സുപ്രീം കോടതി വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് സംഭവത്തെക്കുറിച്ച് ഈ ജസ്റ്റിസ് ഈ പണം കണ്ടെത്തിയ വസതിയിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വിശദീകരണവും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വിശദീകരണത്തിൽ അദ്ദേഹം ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. എങ്ങനെയാണ് പണം അവിടെ എത്തിയത് എന്ന് തനിക്കറിയില്ല. താനും കുടുംബവും താമസിക്കുന്ന ആ വസതിയുടെ ഭാഗമായുള്ള മുറിയിലല്ല ഈ പണം കണ്ടെത്തിയത്. മുൻപ് ഇത്തരത്തിൽ പണം ഉള്ളതായി തൻ്റെ ജീവനക്കാരോ മറ്റാരും തന്നെയോ തന്നെ അറിയിച്ചിട്ടില്ല. ഈ സംഭവം നടന്ന ദിവസം താനും കുടുംബവും വസതിയിൽ ഉണ്ടായിരുന്നില്ല എന്നതടക്കമാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഈ വിശദീകരണത്തിൽ. അതേസമയം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടിൽ സംഭവത്തിൽ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഈ ദൃശ്യങ്ങളിലാകട്ടെ ചാക്ക് കണക്കിന് പണം അത് പാതി കത്തിക്കരിഞ്ഞ നിലയിലുള്ള നോട്ട് കെട്ടുകളുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ എന്നുള്ളത് ഡൽഹി പോലീസ് കമ്മീഷണർ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പങ്കുവച്ച ദൃശ്യങ്ങളാണ്. ഒപ്പം തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഫോൺ വിവരങ്ങൾ, IP അഡ്രസ് വിവരങ്ങൾ അടക്കമുള്ളവ മുഴുവൻ കൈമാറാൻ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോണുകൾ അത് കൈവശം തന്നെ സൂക്ഷിക്കണമെന്നും യാതൊരു തരത്തിലുള്ള കേടുപാടുകൾ വരുത്തുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത് എന്നുമുള്ള നിർദ്ദേശവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ്. വിശദമായ വിവരങ്ങൾ അല്ലെങ്കിൽ വിശദമായ അന്വേഷണം തന്നെ ഈ സംഭവത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതോടെ വ്യക്തമാകുന്നത്. SKN. താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.